പ്രൈസ് ദ ലോർഡ്. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവവചനം ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, വചനത്തിലൂടെ ദൈവ ഇഷ്ടം അറിയുന്നതിനെക്കുറിച്ചാണ്. ഓഫ് കോഴ്സ് ചില സമയത്ത് കർത്താവ് നമ്മളോട് അവൻ്റെ ഇഷ്ടം അറിയുന്നതിന് പല കാര്യങ്ങൾ, ചിലപ്പോൾ ശബ്ദമൊക്കെ കേട്ടെന്നിരിക്കും. പൗലോസ് കേട്ടതുപോലെയൊക്കെയുള്ള ശബ്ദമൊക്കെ കേട്ടു. പക്ഷേ അത് പൗലോസ് അത് കേൾക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാകണം, അവൻ ദൈവവചനത്തിലൂടെ അത് കേട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ആ വാക്യം, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ചെവികൾ തുളയ്ക്കപ്പെട്ടപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതായ കാര്യം. ആദ്യം ഈ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതുമ്പോഴും ചിന്തിച്ചിരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിലീജിയസ് ഒബ്സർവൻസസ് ആണ് ദൈവഹിതം, മതപരമായ അനുഷ്ഠാനങ്ങളാണ് ദൈവഹിതം. ഇന്ന് നമ്മളും പലപ്പോഴും മതപരമായ അനുഷ്ഠാനങ്ങൾ ദൈവഹിതമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പള്ളിയിൽ പോകുന്നത്, പള്ളിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അതൊക്കെയാണ് ദൈവഹിതം, അല്ലെങ്കിൽ ദൈവഹിതം ഞാനുമായിട്ട് ബന്ധപ്പെടാതെ ഈ മതപരമായ അനുഷ്ഠാനങ്ങളിൽ തളച്ചിടുന്നവരായ ആളുകൾ ഇന്നും ധാരാളമുണ്ട്. അങ്ങനെ മതപരമായ അനുഷ്ഠാനങ്ങളിൽ, ഹോമയാഗങ്ങളിലും ഭോജനയാഗങ്ങളിലും പാപയാഗങ്ങളിലും ഒക്കെ അതിനെ തളച്ചിടാൻ പരിശ്രമിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാം, ഇവൻ്റെ ചെവി അങ്ങ് തുളച്ചു. ചെവി തുളച്ചപ്പോൾ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറി. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, യു പിയേഴ്സ് മൈ ഇയേഴ്സ്. അപ്പോഴത് ഉള്ളിലേക്ക് കയറി. ആദ്യം വായിച്ചപ്പോൾ കണ്ടത് ഹനനയാഗവും ഭോജനയാഗവും ഹോമയാഗവും പാപയാഗവും അതൊക്കെയാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ വായനയിൽ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറുന്നിരിക്കും. ഇത് ശിംശോൻ്റെ കഥയാണ്, നെഹമ്യാവിൻ്റെ കഥയാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. ദാവീദിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. ഉണ്ട്, ദാവീദിൻ്റെ കഥയുണ്ട്, ശിംശോൻ്റെ കഥയുണ്ട്, എല്ലാ കഥകളും ഉണ്ട്. പക്ഷേ ചെവികൾ തുളച്ച് അത് ഹൃദയത്തിലേക്ക് കയറുമ്പോൾ, ഹൃദയം തുറക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ വചനത്തിലൂടെ എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത്, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കാര്യം എന്നാ, ഇത് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് നെഹമ്യാവിനെക്കുറിച്ച് പറയുന്ന കാര്യമല്ല, ഇത് എന്നെക്കുറിച്ചാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി. പക്ഷെ അത് വായിച്ചപ്പോഴാണ്, നെഹമ്യാവിൻ്റെ സ്റ്റോറി വായിക്കണം, അല്ലെങ്കിൽ ശിംശോൻ്റെ സ്റ്റോറി വായിക്കണം, അതല്ലെങ്കിൽ സങ്കീർത്തനം വായിക്കണം, സുവിശേഷങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ അത് ഹൃദയം, ആദ്യത്തെ വായനയിൽ ഞാൻ പറഞ്ഞല്ലോ റീഡിംഗ് ഉണ്ട്, വായനയിൽ ആദ്യം അത് തലയിൽ കയറും. എന്നാൽ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ അത് വായിക്കുമ്പോൾ ദൈവം ഇടപെടുകയും അത് തലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനത്തിങ്കലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതായ കാര്യം. അപ്പോൾ പിന്നെ നമ്മളെ സ്വാധീനിച്ചതായ വാക്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാതെ പഠിച്ചെന്നിരിക്കും, മെമ്മറൈസ് ചെയ്തെന്നിരിക്കും. എന്നാൽ മെമ്മറൈസ് ചെയ്താൽ മാത്രമല്ല, അത് നമ്മളങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെടുന്നു, വി ആർ ലവിങ് ദ സ്ക്രിപ്ചർ. അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങുന്നു. അനുസരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ പല പല കാര്യങ്ങളുണ്ടെങ്കിലും പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്ന എന്നെക്കുറിച്ചാണെന്ന് അറിയുന്നത്, ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിളായിട്ടുള്ള മാർഗം വചനത്തെ ഉള്ളിൽ കയറ്റുക എന്നുള്ളതാണ്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഉള്ളിൽ കയറിയതുകൊണ്ടാണ്, ഹൃദയത്തിനകത്തോട്ട് കയറിയതുകൊണ്ട്, ഇതിപ്പോൾ ഹൃദയം, അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രിയപ്പെടുന്നത്.
ഇത് തലയിലിരുന്നാൽ എനിക്ക് ദൈവ ഇഷ്ടം ചെയ്യാൻ എനിക്ക് പ്രിയപ്പെടുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ അതിനുവേണ്ടി പ്രിയപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സ്വർഗമുണ്ട്, ഇഷ്ടപ്പെടുന്നു, അതായത് ദൈവേഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗം. കർത്താവ് തന്നെ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുന്നത് ഇഷ്ടം ചെയ്യുന്നവനാണ്. പക്ഷേ ആ ഇഷ്ടം ചെയ്യുന്നത് അയ്യോ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതേ ഉള്ളല്ലോ മാർഗം എന്നൊന്നും ചിന്തിച്ച് പിറുപിറുപ്പോടെയല്ല, എന്തൊക്കെ ചെയ്താൽ പറ്റും എന്നൊക്കെ ചിന്തിച്ചല്ല, അതിനകത്ത് പ്രിയപ്പെടുകയാണ്. പ്രിയപ്പെടുന്നതായ ഒരു അവസ്ഥയാണ് ശരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അത് ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത്. അതായത് ഞാനങ്ങ് പൊക്കോളും എന്നുള്ള ഒരു ചിന്ത. പോകും, പക്ഷേ എങ്ങനെ ജീവിച്ചാലും പോകുമെന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ശരിയല്ല. കാരണം ഈ പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ഇഷ്ടം അറിയാനാണ്. ഇഷ്ടം അറിയുന്ന എന്തിനു വേണ്ടിയാണ്? ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. അത് പ്രവൃത്തി പദത്തിൽ വരണം. അത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ്, ആ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഞാനത് പ്രിയപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആത്യന്തികമായി നമ്മൾ ദൈവവചനത്തിലൂടെ അവൻ്റെ ഇഷ്ടം അറിയുന്നതും അതിൽ പ്രിയപ്പെടുന്നതും അത് ചെയ്യുന്നതും. അത് പ്രവൃത്തി പദത്തിൽ വരുന്നു. ലൂക്കോസിൻ്റെ അത് അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടും കാര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കർത്തൃത്വം അംഗീകരിക്കുന്നവനാണ് കർത്താവേ എന്ന് വിളിക്കുന്നത്. കർത്താവേ എന്ന് വിളിച്ചാൽ അവൻ്റെ ഇഷ്ടം ചെയ്യണം. കാര്യം യജമാനനെ എന്നുള്ള അർത്ഥമാണ്. മാസ്റ്റർ എന്ന വാക്കാണ് കർത്താവേ എന്നതിന് കുറിയോസ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ. ഉടമസ്ഥൻ പറഞ്ഞാൽ ആ ഉടമസ്ഥൻ്റെ കീഴിലുള്ള അടിമയ്ക്ക് അനുസരിക്കാനേ പറ്റുള്ളൂ, അനുസരിക്കണം. പക്ഷെ അനുസരിക്കുന്നത് അതിനപ്പുറത്തുള്ള ഒരു ബന്ധം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ മക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ കാന്ത എന്ന നിലയിൽ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളതിനകത്ത് സന്തോഷിക്കുന്നു, ഇല്ലേ? എന്നാൽ അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാതെ പിന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിങ്ങൾ വിളിക്കുന്നത് കർത്താവേ എന്നാണ്, അല്ലേ? യജമാനനെ കർത്താവേ എന്ന് വിളിക്കുന്നു. എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്താണ്? നിങ്ങൾ എൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അവകാശം എനിക്ക് വിട്ടുതരുന്നില്ല. ഞാൻ പറയട്ടെ, എന്നെ നിയന്ത്രിക്കാൻ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവകാശം കർത്താവിന് വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് അർത്ഥമില്ല. അങ്ങനെ ഞാൻ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ, കർത്താവ് തന്നെ അവിടെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വേണം വായി പറയാനായിട്ട്. അപ്പോൾ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി, കർത്തൃത്വം നടത്തുന്നവനായി അങ്ങനെ അത് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ എന്നെ നിയന്ത്രിക്കുന്ന കർത്താവ് എനിക്കൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ എനിക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ. കാര്യം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമേ വായി സംസാരിക്കാവൂ. അല്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു, അങ്ങനെയാണെങ്കിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നവരാ ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും. ആ വിളിക്കുന്നവരെല്ലാം എന്നെ സ്വർഗത്തിൽ പോകുമോ? പക്ഷേ ആ വിളിക്കുന്നവൻ കർത്താവിനെ അംഗീകരിച്ച് അവൻ്റെ പ്രവൃത്തി, അവൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വായ് കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. കർത്താവിനെ പറയാണ്, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ പറയുന്നത് എന്താണ്? ചെയ്യാതിരിക്കുന്നത് എന്നാണ്. അതായത് കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ പ്രായോഗികമായി യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വം പ്രായോഗികമാക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കണം. അനുസരിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അതായത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. നമ്മൾ വായിച്ചല്ലോ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല,
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ചെയ്യുന്നവൻ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കണം. അറിയണം. അറിയുന്നത് എന്തിനാ? ചെയ്യാനാ. അല്ലെ പിന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേദോസം വായിക്കുന്ന അത്യാവശ്യമാണ്, പക്ഷെ വേദോസം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന് മാത്രം കാര്യമില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാവരും അങ്ങ് പൊക്കോളും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇന്ന് വന്നുള്ള ഒരു പ്രശ്നം അതാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നവരുടെ നമ്പർ കുറഞ്ഞു വരിക. എല്ലാവർക്കും അങ്ങ് ഭയങ്കര ആവേശം, ഇപ്പോൾ പോകുമെന്നുള്ള ഒരർത്ഥത്തിലാണ്. പണ്ട് ഒരു ഉപദേശി പ്രസംഗിക്കാൻ കയറി നിന്നപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. അദ്ദേഹം അപ്പോൾ എല്ലാവരും ഭയങ്കര ആത്മാവിലാണ്, ഭയങ്കര അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമെന്ന് ബോധ്യമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാലും ഈ കേൾക്കുന്നവരുൾപ്പെടെ ഇപ്പം തന്നെ ഹല്ലേലൂയ പറയും. അപ്പോൾ എല്ലാവരും കൂടെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഉപദേശി പറഞ്ഞു, അങ്ങനെയെങ്കിൽ സിയോനെ നിൻ്റെ കാഹളം ഒന്ന് ഊതുക, ഇവിടെ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, നിൻ്റെ കാഹളം ഒന്ന് ഊതുക. അപ്പോൾ ആകാശത്തുനിന്ന് കാഹളധ്വനി മുഴങ്ങാൻ തുടങ്ങി. അപ്പോഴേ എല്ലാവരും തലതല്ലി കരയാൻ തുടങ്ങി, അയ്യോ ഞാൻ എടുക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഉപദേശി ഒന്ന് പരീക്ഷിച്ചത് എന്നാണെന്നറിയാമോ? അദ്ദേഹം ഒരു സഹോദരനെ ഒരു കാഹളവുമായിട്ട് മാവിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പം കാഹളം ഊതണമെന്ന് പറഞ്ഞ് അങ്ങനെ ഊതിയതാ. പക്ഷെ ആരും പറഞ്ഞില്ല അത് കാഹളമല്ല, കാഹളം ഊതിയാൽ ഞാൻ പോകുമെന്നൊന്നും ആരും ഉറപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുന്നത് ആരാണ്? വെറുതെ കൈവെക്കുന്നവരോ ഒന്നുമല്ല. ആരാണ്? അത് ചെയ്യുന്നവൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നുള്ളതാണ്. എല്ലാവരും അങ്ങ് പൊയ്ക്കൊള്ളും എന്നുള്ള ചിന്ത അതിപ്പോൾ വന്ന് കൂടി വന്നിരിക്കുകയാണ്. ആർക്കും ഇപ്പോൾ സംശയം പോലുമില്ല സ്വർഗത്തിൽ പോകുമോ. പിന്നെ അതൊന്നും ആരും തിരക്കുന്നുമില്ല. അങ്ങോട്ട് പോകണമെന്ന് പോലും നിർബന്ധമൊന്നും ഇല്ല. എല്ലാവരും ഒരു സാമട്ടിൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അങ്ങനെ ഒരു ജീവിതമാണ്. എന്നാൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച വാക്യം എന്താണ്? ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവീൻ. എല്ലാവരും അങ്ങ് പോകത്തില്ല. ബുദ്ധിഹീനരാകരുത്. വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന സോക്കോൾഡ് ആരാധകർ അവർ മാത്രമല്ല. ഇനി ഇപ്പം പറയും ജനങ്ങളെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. ജനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ഈ ശുശ്രൂഷകരെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശുശ്രൂഷകരും അങ്ങ് പോകണമെങ്കിൽ ശുശ്രൂഷ കൊണ്ട് പോകത്തില്ല. ചിലപ്പോൾ ചിന്തയുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നവനല്ലേ, ഞാൻ പോകാതിരിക്കുമോ? ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പ്രവചനപരമില്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, അന്ന് പലരും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ, എന്നിട്ടും എന്താ നീ വാതിൽ തുറക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. തീർത്ത് എന്നുള്ള വാക്കുകൂടെ അവിടെ ചേർക്കേണ്ടതാണ്. തീർത്തു പറയും. എന്നെന്ന് ചോദിച്ചാൽ പ്രവചിക്കുന്നവൻ പോലുമല്ല, ചിലപ്പം പ്രവചിക്കുന്നവൻ പോലും ഭൂതങ്ങളെ പുറത്താക്കുന്നവനും, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതം പുറത്തായതല്ലേ എന്നിട്ടും ഞാൻ പോകത്തില്ലെന്ന് എന്തോ ഈ പറയുന്നേ ഇല്ലേ? ഭൂതം പുറത്തായതൊന്നും നിൻ്റെ കഴിവുകൊണ്ടൊന്നാകണം നിർബന്ധമൊന്നുമില്ല. ഞാനവിടെ ഈ ആഫ്രിക്കയിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മലേറിയ. പനി വന്നാലും ഒരു മലേറിയ എന്നാണ് പറയുന്നത്. പക്ഷേ മലേറിയ അവിടുത്തെ ഒരു കോമൺ ഡിസീസാണ്. മലേറിയയ്ക്ക് ഒരു മരുന്നുമുണ്ട്. അപ്പം മലേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മലേറിയ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് മലേറിയ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുക പോലും വേണ്ട. ഈ രോഗലക്ഷണം പറയുമ്പോഴേ അവർക്കറിയാം ഇത് മലേറിയ ആണെന്ന്. മലേറിയക്കുള്ള മരുന്നുള്ള ഈ മരുന്നെടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കും. അത് കഴിച്ചാൽ മലേറിയ പോവുകയും ചെയ്യും. നമ്മുടെ ഇവിടെ മലേറിയ കോമൺ അല്ലാത്തത് കൊണ്ട് ആ മരുന്ന് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതവിടുത്തെ ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ആഫ്രിക്കയിലും മൊസാംബിക്കിലും ഒക്കെ ഒത്തിരി. നമ്മുടെ ഒരു മിഷണറി ബ്രസീലിയന ഒരു സ്ത്രീ, അവർ 35 വർഷം 35 ഇപ്പോൾ 40 വർഷത്തിൽ കൂടുതലായി 45 വർഷമായിട്ട് അവിടെ മിഷണറിയാണ്. 40 വർഷത്തിനിടയ്ക്ക് അവർക്ക്, ഞാൻ അവരെ കാണുമ്പം അവർ 25 വർഷമായിട്ടോ 27 വർഷമായിട്ടോ മറ്റോ അവിടെ മിഷണറിയാണ്. ആ 27 വർഷത്തിനിടയ്ക്ക് 33 പ്രാവശ്യം മറ്റോ അവർക്ക് മലേറിയ വന്നിട്ടുണ്ട്.
അങ്ങനെ മലേറിയ ഭയങ്കര കോമണാണ്, അതിന് മരുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ മലേറിയയുടെ ലക്ഷണം പറഞ്ഞാൽ ഉടനെ തന്നെ മരുന്ന് കുറിച്ച് തരും. അപ്പോൾ നമ്മൾ ചെന്ന് പറയുന്നു, അത് എനിക്ക് ഭയങ്കര ചുമ, പനി, വിറയൽ, വിശപ്പില്ല, ഛർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും മലേറിയ, ഈ മരുന്ന് കഴിച്ചു. ഇതെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു തൂപ്പുകാരനുണ്ട്. തൂപ്പുകാരൻ ഒരു ദിവസം ഡോക്ടർ വന്നില്ല, ഡോക്ടറുടെ കുപ്പായമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഡോക്ടർ വിളിച്ച് ഉടനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, യെസ്, പനി, ചുമ, ഛർദിൽ, ദേഹത്തിന് വിറയൽ, അത് മലേറിയയാ, എന്നാ ഈ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് അയാൾ മരുന്നെടുത്ത് കൊടുത്തു. കാര്യം അയാളെപ്പോഴും കാണുന്നതാണല്ലോ ഡോക്ടർ മരുന്നെടുത്ത് കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ മലേറിയ പോകുമോ? പോകും. കാര്യം ഡോക്ടർ വ്യാജനാണെങ്കിലും മരുന്ന് ഒറിജിനലാ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയുക, ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനോ അതുപോലുള്ള ഒരാളോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതത്തെ ശാസിക്കുന്നു ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ചിലപ്പം യേശുവിൻ്റെ നാമം കേട്ടിട്ട് ഈ ഭൂതം അങ്ങ് പോയെന്നിരിക്കും. പക്ഷേ ഭൂതത്തെ ഇറക്കിയവൻ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം മരുന്ന് ഒറിജിനലാണെങ്കിലും ഇവൻ ഡ്യൂപ്ലിക്കേറ്റാണ്. അങ്ങനെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രസംഗകരും പ്രവാചകന്മാരും ഭൂതശാന്തിയുള്ളവരും ഒക്കെ, ഭൂതശാന്തിയൊക്കെ കാണിക്കുന്നവർ ഒക്കെ ഇതിനകത്ത് കാണുമായിരിക്കും. അപ്പോൾ അത് വെച്ചോണ്ട് അങ്ങനൊരു ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു പോലും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാ. അപ്പം അതിൻ്റെ അടുത്തും അറിയാമെന്നാ അല്ലേ? അറിയാമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുകയല്ലോ. അങ്ങനെ ഇപ്പോൾ വഴിയെ വന്ന് ഒരുത്തനെ കണ്ടുകൊണ്ട് ഉടനെ ഞാൻ എടാ കള്ളാന്ന് വല്ലതും വിളിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നത് രോഗശാന്തി ഉള്ളവരായിട്ടും ഭൂതശാന്തി ഉള്ളവരായിട്ടും ഒന്നുമല്ല, ഞാൻ നിങ്ങളെ അറിയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ടാണ്. കാരണം പള്ളിക്കകത്ത് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, പള്ളിക്ക് പുറത്ത് നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, പള്ളിക്കകത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ടല്ല ഒരാൾ സ്വർഗത്തിൽ പോകുന്നത്, പള്ളിക്ക് പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ്, നമ്മുടെ ജീവിതം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാതെ വെറുതെ കർത്താവേ എന്ന് വിളിക്കുന്നതിനകത്തോ ശുശ്രൂഷ ചെയ്യുന്നതിനകത്തോ വെറും സോക്കോൾഡ് ആരാധകരോ സോക്കോൾഡ് അനീതി ചെയ്ത് ജീവിക്കുന്ന ശുശ്രൂഷകരോ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അനീതി ചെയ്ത് ജീവിക്കുന്ന ശുശ്രൂഷകരോ, ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ, ചിലരെ ആഫ്രിക്കയിലൊക്കെ എനിക്കറിയാം, ജീവിക്കുന്നത് വല്ലവൻ്റെയും ഭാര്യയുടെ കൂടെ. ഇവിടെ വലിയ ശുശ്രൂഷയൊക്കെ കാണിക്കും, പക്ഷേ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ദൈവം എപ്പോഴും നോക്കുന്നത് നീ അകത്ത് എന്തെങ്കിലും കാണിക്കുന്നോ എന്നുള്ളതല്ല, പുറത്ത് നീ എങ്ങനെ പ്രവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ, ആ ഇഷ്ടം നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഇഷ്ടം അറിയണം. അതറിയുന്നതിന് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നതായ കാര്യം, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ, കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ നിങ്ങൾ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നിങ്ങളെ അധർമ്മം പ്രവർത്തിക്കുന്നവരും എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. എന്നിട്ട് കർത്താവ് പറയുന്ന വാചകം, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവനല്ല, എൻ്റെ ഈ വചനങ്ങളെ പ്രസംഗിക്കുന്നവനുമല്ല. കേൾക്കുന്നത് നല്ലതാണ്, പ്രസംഗിക്കുന്നത് നല്ലതാണ്, പക്ഷെ കേട്ടതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് ചിന്തിക്കേണ്ട. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും. എൻ്റെ ഈ വചനങ്ങളെ, അപ്പോൾ മോളിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇഷ്ടം ചെയ്യുന്ന കാര്യമാണ്
നമ്മൾ മോളിൽ പറഞ്ഞത്, കർത്താവ് തന്നെ പറഞ്ഞത്, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിന്നെ അതിനെ വചനവുമായി കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല, ഇഷ്ടം ചെയ്യുന്നവൻ, വചനം പ്രാവർത്തികമാക്കുന്നവൻ എന്നാണ് അവിടെ പറയുന്നത്. ഇഷ്ടം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞതിന് താഴെ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്താണ് പാറമേലുള്ള അടിസ്ഥാനം? ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് കേട്ട വചനം. ഈ ബൈബിളിൻ്റെ കാര്യമായി പറയുന്നത്. ഈ ബൈബിൾ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അവൻ്റെ വീട് തകർന്നു പോകയില്ല. വ്യത്യാസം: 1 ചെയ്യുന്നവൻ, 2 എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. അപ്പോൾ ഡിഫറൻസ് 2 കൂട്ടർ തമ്മിലാണ്. 1 വചനത്തെ കേട്ട് ചെയ്യുന്നവനും, വചനത്തെ കേട്ട് ചെയ്യാത്തവനും. ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. ഒരു കാറ്റടിച്ചു, അത് തകർന്നു പോയി, നിത്യതയോളം നിലനിൽക്കുന്നതൊന്നുമല്ല. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവൻ, അവൻ നിത്യതയിലേക്ക് പോകുന്നവനാണ്. അവൻ നിത്യതയിലേക്ക് പോകുന്നതായ കാര്യം. മണലിന്മേൽ പണിത വീട് കാറ്റടിച്ചപ്പോഴത്തേക്ക് വീണെന്ന് തന്നെയല്ല, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. നോക്കുക, വീഴ്ച വലിയതായിരുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഈ 2 വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന ജീവിതവും ഇവിടെ തന്നെ തകർന്നു പോകുന്ന ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന ജീവിതം നയിക്കുന്നവൻ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ. 2 കൂട്ടരും കേട്ടതാ, ഒരു കൂട്ടർ മാത്രമല്ല കേട്ടത്, 2 കൂട്ടരും വചനം കേട്ടതാണ്. പക്ഷേ കേട്ടത് അത് വിശ്വസിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവന്നവൻ സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന. കാറ്റടിച്ചു, വൻമല ചൊരിഞ്ഞു, മരണം വരെ സംഭവിച്ചാലും അവൻ താഴെ വീഴത്തില്ല. കാര്യം അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനാണ്. എന്നാൽ കേട്ട് ചെയ്യാത്തവൻ, ഒരു ചെറിയ കാറ്റടിച്ചാൽ അവൻ്റെ വീട് പോകുന്നത് പോലെ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും എന്നുള്ള വ്യത്യാസം. അനുസരണമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണം. ഇവിടെ സങ്കീർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ 119 സങ്കീർത്തനം, അത് മുഴുവൻ നിങ്ങൾ വായിക്കണം. വചനത്തെക്കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് പറയുന്ന വചനം. തികവുള്ള ന്യായപ്രമാണം എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 119 4 മുതലുള്ള വാക്യങ്ങൾ. നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാ വചനം? വചനം തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങാനല്ല, സ്വപ്നം കാണാതിരിക്കാനല്ല. വചനം എന്തിനാണ്? വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. വായിച്ച് ഹൃദയത്തിൽ കയറി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനാണ്, അത് അനുസരിക്കുന്നവനാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നെന്നാണ്. ചെയ്യുവാൻ, വായിക്കാൻ മാത്രമല്ല പ്രിയം, അത് ചെയ്യാനായിട്ട്, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനായിട്ട്. കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. സങ്കീർത്തനം 119 നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവ കൽപ്പിച്ച് തന്നിരിക്കുന്നു, അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിനാണ് വചനം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, അത് ആചരിക്കേണ്ടതിന് വേണ്ടിയാണ്, അത് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്. വായിച്ചാൽ ഞാൻ വചനം എൻജോയ് ചെയ്യുന്ന ആളാണ്. വചനം വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ വചനം വായിച്ചങ്ങ് രസിച്ച് അവിടെ ഇരിക്കാനല്ല. ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ അതെൻ്റെ ഉള്ളിൽ കയറി ദൈവവചനത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന്, 5-ാമത്തെ വാക്യത്തിൽ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ആചരിക്കേണ്ടതിന്. 6-ാമത്തെ വാക്യത്തിൽ നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഐ റെസ്പെക്ട് ഓൾ ദൈ കമാൻഡ്മെൻറ്റ്സ്. സൂക്ഷിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നിടത്തോളം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. 8-ാമത്തെ വാക്യത്തിൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ആചരിക്കും, പ്രവർത്തിക്കാനുള്ളതാണ്, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. വായിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കുന്നു. ആ ഇഷ്ടം ഗ്രഹിച്ചാൽ അത് നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.
എന്നിട്ടാ ചോദിക്കുന്നത്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കുക. നമ്മുടെ നടപ്പ് വചനപ്രകാരം, അവിടെ എഴുതിയിരിക്കുകയാണ്, നിൻ്റെ വചനപ്രകാരം എൻ്റെ നടപ്പിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ വചനം നിറഞ്ഞു നിൽക്കണം. ആ വചനമാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ ജീവിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ കേട്ടാൽ മാത്രം പോരാ. കേൾക്കുന്ന വചനങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം, പ്രായോഗികമാക്കണം. കേൾക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടമാണ്, വചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഞാൻ പ്രയോഗത്തിൽ കൊണ്ടുവരണം. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ യാക്കോബ് പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നാം അവൻ്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വചനവും നമ്മളുമായിട്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനത്തിൻ്റെ ഒന്നാമത് നമ്മളെ ജനിപ്പിച്ചത് തന്നെ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് തന്നെ സത്യത്തിൻ്റെ വചനത്താൽ. നമ്മളുടെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വചനത്താൽ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലും ഈ കാര്യം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രക്ഷയ്ക്കായി വളരുവാൻ വചനത്താൽ നമ്മൾ ജനിച്ചു ഇല്ലേ? അത് വചനത്താൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്. 1-ന്റെ വാക്യത്തിൽ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഇഷ്ടത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൻ്റെ വചനത്താലാണെന്ന് യാക്കോബ് പറയുന്നു. പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എൻ്റെ വീണ്ടും ജനനാനുഭവം തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ. ഈ വചനം എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള അർത്ഥം വചനത്തിനുണ്ട്. 1 എഴുതപ്പെട്ടതായ വചനം, 2 ജഡാവതരണം ചെയ്ത വചനമായ യേശു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു കർത്താവ്. ജഡാവതരണം ചെയ്ത വചനമാണ് യേശു കർത്താവ്. എഴുതപ്പെട്ട വചനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതായ ഈ ബൈബിൾ. ആ ജഡാവതരണം ചെയ്ത വചനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. യേശുവിലൂടെയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ വചനം, ആ സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെ, വീണ്ടും ജനിച്ചത് തന്നെ ജഡാവതരണം ചെയ്ത വചനത്താലാണ്. ആ വചനത്തിലാണ് നമ്മൾ നമ്മുടെ രക്ഷയിൽ വളരുന്നതും. നമ്മൾ ജനിച്ചത് വചനത്താലാണ്, വളരുന്നത് വചനത്താലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വചനത്താൽ ജനിച്ച് വചനത്താൽ വളരുന്ന ഒരനുഭവം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. അത് നമ്മൾ കേട്ട് പ്രവർത്തിക്കണം. യാക്കോബിൻ ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ, അവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കുറേ കൂടെ സമ്പുഷ്ടമായിട്ട് അവിടെ പറയുന്നുണ്ട്. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഇത് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആകട്ടെ. കേൾപ്പാൻ വേഗത. എന്ത് കേൾക്കാൻ? വചനം കേൾക്കാൻ വേഗത വേണം. വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടിയുള്ള വലിയ ആകാംക്ഷയോടെ നമ്മൾ വചനം കേൾക്കണം. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും
ഉണ്ടായിരിക്കട്ടെ. 21 വാക്യത്തിൽ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. നോക്ക്, ഞാൻ പറഞ്ഞു ജഡാവതരണം ചെയ്ത വചനം ഭൂമിയിൽ വന്ന് യേശുവായിട്ട് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ വീണ്ടും ജനനം നടക്കുന്നത്. പക്ഷേ അതേ ആ അതായത് അത് ജഡാവതരണം ചെയ്ത വചനമാണെങ്കിൽ ആ യേശുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്ന അതും ജീവനാണ്. അതുകൊണ്ടാണ് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം, അത് ഉൾനട്ട വചനമാണ്, അകത്ത് കയറുന്ന വചനമാണ്. വചനം ഉള്ളിൽ കടക്കണം. ഈ വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് നമ്മൾ കേൾക്കേണ്ടത് സൗമ്യതയോടാണ്, എന്നാലേ ഉള്ളിലോട്ട് കയറത്തുള്ളൂ. എന്താണ് സൗമ്യത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല സൗമ്യനായ ഒരു ചെറുക്കനാണെന്നൊക്കെ പറയുന്നത് രീതിയിൽ അവനിങ്ങനെ ഒരുമാതിരി വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ നടക്കുന്നത് കൊണ്ട് മാത്രം പറയുന്ന കാര്യമല്ല. ഇവിടെ സൗമ്യത എന്ന് പറയുന്നത് ഹിഡൻ അജണ്ട ഒന്നുമില്ലാത്ത, വേറെ അജണ്ട ഒന്നുമില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിൽ വളരണം. അവനെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണോ ആ ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. കേട്ടാൽ മാത്രം പോരാ, അത് ചെയ്യണം. 22 വാക്യത്തിൽ, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരു വലിയ പ്രശ്നമാണ് കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുക. അത് ചതിയാണ്, നല്ല ചതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം നമ്മൾ നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ ആൾക്കാരോട് എന്തോ പറയും, നല്ല പ്രസംഗമായിരുന്നു കേട്ടാ, നല്ല പ്രസംഗമായിരുന്നു, പറഞ്ഞോ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നമ്മളെ ഏശത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രസംഗമായിരുന്നോ നല്ല വചനമായിരുന്നോ എന്നുള്ളത് മാത്രമല്ല വിഷയം. വചനം കേൾക്കുന്നവൻ എന്ത് ചെയ്യണം? അത് ചെയ്യണം. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അതിനെ ചെയ്യാത്തവനായിരുന്നാൽ, പലപ്പോഴുമുള്ള വചനം കേൾക്കാൻ ഒത്തിരി താല്പര്യമുള്ള ആളുകളുണ്ട്. ഒരിക്കലും ഒരു ചർച്ചിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു ബൈബിൾ ക്ലാസ് കൂടെ എടുക്കണം. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വർഷം ബൈബിൾ ക്ലാസ് എടുത്തല്ലോ. അല്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറഞ്ഞ ഒന്നുകൂടെ എടുക്കണമെന്ന്. ഈ വർഷവും വരണം, ബൈബിൾ ക്ലാസ് എടുക്കണം. ഞാൻ പറഞ്ഞു, ഈ വർഷം ഞാൻ വരുന്നില്ല. അതെന്താ? ഞാൻ ഒരു വർഷമായിട്ട് നോക്കുകയായിരുന്നു, ഞാനിവിടെ പറഞ്ഞ വചനം വല്ലതും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന്. ആർക്കും ഒരു വ്യത്യാസം വന്നില്ല. പിന്നെ ഞാനെന്തിനാ വരുന്നത്? ചിലർക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് വചനം കേൾക്കുന്നത്, ഇല്ലേ? എൻ്റെ വചനം ഞാൻ പറയുന്നത് തന്നെയല്ല, ചിലർ ദൈവവചനം പറയുന്നത് കേട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ യാക്കോബ് പറയുന്നത് അങ്ങനെ കേട്ട് എൻജോയ് ചെയ്തു പോകുന്നവൻ തന്നെ വഞ്ചിക്കുകയാണെന്നാണ്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ഭയങ്കര ചതിയാണ്. വചനം കേട്ട് അതിൻ്റെ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു പോകുന്ന അവസ്ഥ, അത് നമുക്ക് ട്രാൻസ്ഫർമേഷൻ വരുത്തണം. കാരണം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്. നമ്മുടെ പ്രവൃത്തിയെ അത് രൂപാന്തരപ്പെടുത്തണം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു, തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം അത്. വചനം കേൾക്കുമ്പോൾ ചിലപ്പം ഇതെന്നെക്കുറിച്ചായിരുന്നെന്നും ചിലപ്പം പറയും, എന്നെക്കുറിച്ചായിരുന്നു. കാര്യം കണ്ണാടിയിൽ മുഖം കാണുന്നത് പോലെ. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ മറന്നു പോകുന്നു. എന്നെക്കുറിച്ചായിരുന്നെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നിങ്ങളെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരം ഉണ്ടാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, ഉണ്ടാക്കേണ്ടതാണ്. അതിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടത്തിലാണ്. അപ്പോൾ ഈ വചനം കേൾക്കുന്ന ആരും, ഞാൻ പറയട്ടെ, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. നിങ്ങൾ പറയരുത് നല്ല വചനമായിരുന്നു എന്ന് മാത്രം പറയരുത്. പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വലിയ വഞ്ചനയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് പകരം എന്താ വേണ്ടത്? സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, അവിടെ
അതിൽ ഉറ്റുനോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനങ്ങ് അതിനുവേണ്ടി അങ്ങ് അവൻ ആ വചനം കേട്ട് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് അവൻ മാറുന്നില്ല. അവനിങ്ങനെ ഉറ്റുനോക്കിയാണ് ഇതിലെന്താ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ള ഒരു വലിയ രൂപാന്തരീകരണം ഉണ്ടാകണം. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതാണ് വചനം എന്ന് പറയുന്നത്. അത് ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന അർത്ഥത്തിലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, പെർഫെക്റ്റ് ലോ. അതിന് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ എന്നുള്ള ഒരു വാക്കാണ്, ലോ ഓഫ് ലിബർട്ടി. ലോ ഓഫ് ലിബർട്ടി. നോർമൽ കേസിൽ നമ്മൾ ഒരു ന്യായപ്രമാണം അല്ലെങ്കിൽ ഒരു ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുന്നതാണ്. നമുക്ക് തോന്നിവാസമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നൊക്കെ നമ്മൾ പറയും. നിയമം ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അത് സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുന്നു എന്നതിനേക്കാൾ സ്വാതന്ത്ര്യം തരുന്ന ന്യായപ്രമാണമാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം തരുന്ന ന്യായപ്രമാണം. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ന്യായപ്രമാണമാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ന്യായപ്രമാണം തികവുള്ളത്. ഇവിടെയും അതാ പറയുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. 19-ാം സങ്കീർത്തനത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്നൊരു വാക്ക്. ചില വാക്കുകൾ നമ്മൾ ഒന്നുകൂടെ ഗ്രഹിക്കേണ്ടത് ആവശ്യമുണ്ട്. 19-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ളത് നമുക്കും വലിയ സന്തോഷമാണ്. വചനം വായിച്ചപ്പോൾ നല്ല ഒരു സന്തോഷം, ഒരു തണുപ്പിക്കുന്നു. പക്ഷെ തണുപ്പിക്കുന്നു എന്നതിനേക്കാൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റോർ യുവർ സോൾ എന്നാണ്. അത് നിങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് റെസ്റ്റോർ ചെയ്യുന്നു. അതായത് നിങ്ങളിപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു എന്ന അർത്ഥത്തിലാണ്. നമ്മൾ പുതിയ നിയമത്തിൽ മെറ്റനോയ്യ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് പോകുന്ന വഴിയിൽ നിന്ന് തിരിയുക, മനം തിരിയുക എന്നൊക്കെ നമ്മൾ പറയും. മനസാന്തരം എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മെറ്റനോയ്യ. മെറ്റനോയ്യയുടെ പ്രത്യേകത എന്താ? ഞാൻ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എന്നിട്ട് എന്താണ് ദൈവശബ്ദം? നീ പോകുന്ന വഴി നാശത്തിലേക്കുള്ളതാണ്, തിരിയ, സ്റ്റോപ്പ്, ടേൺ ബാക്ക് ആൻഡ് ഗോ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. നേരെ വിപരീത ദിശയിൽ നടക്കുക. അതാണ് റെസ്റ്റോർ എന്ന് പറയുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് റെസ്റ്റോർസ് മൈ സോൾ. അതായത് ദൈവിക വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഓപ്പോസിറ്റ് വഴിയിൽ, അതായത് ശരിയായും ഞാൻ പോകേണ്ടുന്ന വഴിയിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരുന്നതാണ് ന്യായപ്രമാണം. വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതാണ് ന്യായപ്രമാണം. അതിനകത്താ സ്വാതന്ത്ര്യം. അതാ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലോ. നമ്മൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന വഴി, ശരിക്കും പാപിയായ ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ തന്നെ അറിയുന്നില്ല അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവൻ പോകുന്ന നരകത്തിലേക്കാണ്. പക്ഷെ നമ്മൾ പറയുന്നു മനസ്സാന്തരപ്പെടുക. എന്താ മനസ്സാന്തരപ്പെടുക? സ്റ്റോപ്പ്, നിൽക്ക്. നീ പോകുന്ന വഴി ഇനി പോയാൽ അപകടമാണ്. അതുകൊണ്ട് നിൽക്കുക, തിരിയുക. ഇപ്പോൾ നീ ദൈവത്തിന് പുറംതിരിഞ്ഞാണ് പോകുന്നത്. എന്നാൽ നീ നിന്നിട്ട് ദൈവത്തിന് മുഖാമുഖം നീ പോകണം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ തിരിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പുറകിലുള്ള ഒരാൾക്ക് പുറംതിരിഞ്ഞ് ഞാൻ പോകുന്നു. ദൈവം പുറകിലിരിക്കുക, പുറംതിരിഞ്ഞ് പോകുന്നു. അതാണ് പാപിയുടെ ജീവിതം. ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. മനസാന്തരം എന്താ? മനസാന്തരം എന്ന് പറയുന്നത് നിന്ന് തിരിയുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രത്യേകത. വചനം ഞാൻ പോകുന്ന എൻ്റെ വഴിയിൽ തടസ്സമിട്ടിട്ട് എന്നോട് പറയാണ്, ഈ പോകുന്ന വഴി നീ പോകേണ്ടുന്ന വഴിയല്ല, എൻ്റെ ഇഷ്ടം അതല്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ആൻഡ് ടേൺ ബാക്ക്. ഇപ്പോൾ നീ ദൈവം പുറയില്ല, ദൈവത്തിന് പുറംതിരിഞ്ഞ് നടക്കുകയാണ്. ഇല്ല, ദൈവത്തിന് മുഖാമുഖം നടക്കണം, തിരിയണം. അങ്ങനെ എന്നെ തിരിച്ച്
ദൈവ വഴിയിൽ നടത്തുന്നതാണ് ന്യായപ്രമാണം. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ നിർത്തി ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന, അതാണ് ശരിയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്, ലോ ഓഫ് ലിബർട്ടി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ചില ഭാഗങ്ങൾ ഒന്ന് ആലോചിച്ചു. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്തിൽ നിന്നൊക്കെയാണ് വചനം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്? വചനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നും ഇതിലൂടെ നമ്മൾ അറിയുകയാണ്. ആ ഇഷ്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നേരെ വിപരീത ദിശയിലാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പ്രത്യുത നമുക്ക് ഓരോ കാര്യങ്ങൾ, ഞാൻ ചില ഭാഗങ്ങളൊന്ന് കുറിച്ചു വച്ചു. എന്തിൽ നിന്നൊക്കെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമെന്നാണല്ലോ പറയുന്നത്. എന്തിൽ നിന്നൊക്കെയാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കുറിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഒന്ന്, എനിക്ക് എൻ്റെ സ്വയത്തിൽ നിന്ന് ഈ ന്യായപ്രമാണം സ്വാതന്ത്ര്യം തരുന്നു. എൻ്റെ സ്വയത്തിൽ നിന്ന്. കാരണം ഞാൻ ഇന്നലെ വരെ എൻ്റെ സ്വയത്തിൻ്റെ ജീവിതമാണ് ജീവിച്ചിരുന്നത്, സ്വയത്തിൻ്റെ ഇഷ്ടമാണ് നിർവഹിച്ചിരുന്നത്. ഞാൻ ഇന്നലെ വരെ രക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്തിരുന്നത്? എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു. എൻ്റെ സ്വയമാണ് പ്രവർത്തിച്ചത്, ദൈവമൊന്നും അല്ലല്ലോ പ്രവർത്തിച്ചത്. എൻ്റെ സ്വയം, അതായത് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ കൈ എന്ത് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചു. എൻ്റെ ജഡം എന്ന് നമ്മൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഞാൻ കൽപ്പിച്ചു എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കൈയോട് പറഞ്ഞു അടിയടാന്ന്. കൈ അടിച്ചു. കൈ തനിയെ അടിക്കത്തില്ല. ഒരു ചെറുക്കൻ മറ്റൊരു ചെറുക്കനെ അടിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാടാ നീ എന്നെ തല്ലിയത്? എന്നെ പറഞ്ഞു, ഞാൻ തല്ലിയില്ല. പിന്നെ ആരാ തല്ലിയത്? എൻ്റെ കൈ ആയിരിക്കുമെന്ന് തല്ലിയത്. അങ്ങനെ കൈക്ക് തല്ലാൻ പറ്റുമോ? ഇല്ല, കൈയല്ല തല്ലുന്നത്, ഞാനാണ്. കൈ ഒരു ഉപകരണം മാത്രമാണ്. എൻ്റെ സ്വയത്തിൻ്റെ അവയവമായിട്ട് ഞാൻ കയ്യെ ഉപയോഗിച്ചിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. ഞാൻ സ്വയത്തിൻ്റെ അടിമയായിരുന്നു. നമ്മൾ സ്വയത്തിൻ്റെ അടിമകളാണ്. അതിൽ നിന്ന് വചനം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് എൻ്റെ സ്വയത്തിന് എന്നെ തന്നെ കൊടുത്തിരുന്ന, അതായത് എൻ്റെ തീരുമാനമെടുക്കുന്ന സിംഹാസനത്തിൽ യേശു അല്ലായിരുന്നു കർത്താവ്, ഞാൻ തന്നെയായിരുന്നു. എൻ്റെ രാജാവായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവിടെയാണ് വചനം കയറിയിരിക്കുന്നത്. കർത്താവ് കയറിയിരുന്നു. കർത്താവ് കയറിയിരുന്ന കർത്താവിൻ്റെ വചനം. പിന്നെ എൻ്റെ കൈ കർത്താവ് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്. കർത്താവ് കൽപ്പന തരും, കർത്താവിൻ്റെ വചനം. ഇന്നലെ തല്ലിയിരുന്ന കൈകൊണ്ട് ഞാനിന്ന് കഷ്ടമനുഭവിക്കുന്നവനെ തലോടുകയാണ്. കാരണം അതാണ് വചനം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ വചനം എനിക്ക് എൻ്റെ സ്വയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. നമ്മൾ ഗലാത്യലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഇപ്പോൾ എന്നിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നേരത്തെ ഞാനാണ് കയറിയിരുന്നത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കിഷ്ടമുണ്ടായിരുന്ന എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ ആ ജീവിത രീതിയുടെ നേരെ വിപരീത ദിശയിലാണ് കാര്യം. ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത് ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് എൻ്റെ കയ്യിനും കാലിനും എൻ്റെ കണ്ണിനും ചെവിക്കും എല്ലാം ആജ്ഞ കൊടുക്കുകയാണ്. ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. വചനത്തിലൂടെയാണ് ദൈവാത്മാവ് എൻ്റെ കയ്യിനും കാലിനും എല്ലാം ആജ്ഞ കൊടുക്കുന്നത്. വചനത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, വചനത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഇതെല്ലാം വചനത്തിലുണ്ട്. ആ വചനം അനുസരിക്കുമ്പോൾ എൻ്റെ മോഹങ്ങളുടെ നേരെ വിപരീത ദിശയത്. എനിക്ക് കാണണമെന്ന് ചിന്തിച്ച കാര്യങ്ങൾ ഇന്ന് ഞാൻ കാണുന്നില്ല. വൾഗറായിട്ടുള്ള
മൂവീസോ മറ്റേതോ മറിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എൻ്റെ ജഡം എന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്നു, കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. അപ്പോൾ വചനം എൻ്റെ കണ്ണുകളെ രൂപാന്തരപ്പെടുത്തുന്നു, ഇല്ലേ? അതാണ് നമ്മൾ കാണുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ജഡാഭിലാഷം, 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. രണ്ടും രണ്ട് തട്ടിലാണ്, രണ്ട് രീതിയിലാണ്. യഥാർത്ഥത്തിൽ വചനം വായിച്ച് ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എനിക്ക് ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. കാരണം ഈ ജഡാഭിലാഷം ആത്മാവിനും, നമുക്കെല്ലാം നേരത്തെ പല മോഹങ്ങളുണ്ടായിരുന്നു. ജഡാഭിലാഷം, കാര്യം എൻ്റെ ഉള്ളിൽ സിംഹാസനത്തിലിരുന്നത് എൻ്റെ ജഡമാണ്. അതുകൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക്. എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ കണ്ടു, ഞാൻ കേൾക്കേണ്ടത്, ജഡം പറഞ്ഞത് കേട്ടു, ജഡം പറഞ്ഞിടത്ത് നോക്കി, ജഡം പറഞ്ഞ വാക്കുകൾ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, എല്ലാം ജഡത്തെ അനുസരിച്ച് നടന്നതാണ് ഞാൻ. പക്ഷേ ഇപ്പം ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ, ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇപ്പം ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. ന്യായപ്രമാണം ആത്മാവ് എനിക്ക് പറഞ്ഞു തരികയാണ്. അതെനിക്ക് ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. താഴോട്ട് ഓരോന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. സമയമില്ലാത്തത് കൊണ്ട് എല്ലാം നമുക്കറിയില്ല, നമുക്ക് വായിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്കറിയാമല്ലോ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ജഡത്തെക്കുറിച്ച്. എന്നിട്ട് 21-ാം വാക്യത്തിൽ അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം കൈവശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എൻ്റെ ശരീരത്തെ ജഡത്തിന് വിട്ടുകൊടുത്താൽ, ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരുത്തനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്ന ദൈവേഷ്ടം അനുസരിച്ച്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കുകയില്ല. അപ്പം നമുക്ക് ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതിനോട് ചേർന്ന് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജഡം എന്ന് പറയുന്ന പാർട്ടി പെട്ടെന്ന് ഇട്ടേച്ച് പോകുന്ന ആളൊന്നുമല്ല. അവനെ ഇറക്കി വിട്ടാലും അവന് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. നമുക്കൊക്കെ അറിയാം, ജഡം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 24-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും അവന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഇങ്ങനെ, അല്ല അത് നമ്മളെ ഇപ്പം അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ, അതങ്ങനെ അതിനകത്തൊന്നും വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ വന്നിങ്ങനെ പറയും. മനുഷ്യനായാൽ ഇച്ചിരൊക്കെ ഒരു ഇത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു വരും. ഇതൊക്കെ പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവനെ സിംഹാസനത്തിൻ്റെ അടുത്തൊന്നും നിർത്തരുത്. നേരെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. പിന്നെ ജഡത്തിൻ്റെ മോഹം നമ്മൾ നിർവഹിക്കുകയില്ല. കൈകൊണ്ട് തല്ലു കൊടുക്കലാന്ന് പറയുമ്പോൾ കയ്യേൽ ക്രൂശ, കയ്യേൽ ആണി അടിച്ചിരിക്കുകയാണ്, കാലേൽ ആണി അടിച്ചിരിക്കുക. കള്ളുഷാപ്പിലോട്ട് നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല, കാര്യം ആണി അടിച്ചിരിക്കുക. ക്രൂശിച്ചാൽ മാത്രമേ നമുക്ക് ദൈവപ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. ഒന്നാമത് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഫ്രീഡം ഫ്രം സെൽഫ് ഓർ ഫ്രീഡം ഫ്രം മൈ സോളിഷായിട്ടുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ഫ്ലഷ്, എൻ്റെ ജഡത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്, ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണമാണ്. ഹല്ലേലൂയ. അതാണ് ഒരു സ്വാതന്ത്ര്യം. ഞാനിങ്ങനെ ഒന്ന് കുറിച്ച് വെച്ചതാണ്. രണ്ടാമത്, ജഡത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്ന് ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു.
നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട ഒന്നാമത്തെ ഘടകം നമ്മുടെ സെൽഫിൽ നിന്ന് തന്നെയാണ്. സെൽഫിനെ ഇറക്കി വിടാതെ യേശുവിനെ ഇവിടെ കയറ്റിയെടുത്താൻ പറ്റുകയില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്, ഒരുവൻ ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ആദ്യം യേശുവിനെ അവിടെ കയറ്റിയിരുത്തണം. ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, ജഡത്തെ ക്രൂശിക്കണം. 2, മനുഷ്യൻ സ്വാഭാവികമായി പാപം ചെയ്യുന്ന മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം അവിടെ പറയുന്നത്. ഉടനെ കേട്ടു നിന്ന യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്നോ? ഞങ്ങൾക്ക് എന്തിനാ സ്വാതന്ത്ര്യം? ഞങ്ങൾ ഇന്ന് വരെ ആരുടെ അടിമകളായി ഇരുന്നിട്ടില്ല. ഇവന്മാരെന്നാ ബോധമുള്ളവന്മാരാണ്. ഈ പറയുമ്പോഴും ഇവർ റോമിൻ്റെ അടിമകളാണ്, ഇല്ലേ? അവർ റോമിൻ്റെ അടിമകളായിരുന്നു, ബാബിലോണിൻ്റെ അടിമകളായിരുന്നു, എത്രയോ രാജ്യങ്ങളുടെ അടിമകളായിരുന്നു, പാഴ്സി രാജാവിൻ്റെ അടിമകളായിരുന്നു. അതൊക്കെ അമ്മാരങ്ങ് പെട്ടെന്ന് മറന്നു. ഇപ്പോഴും റോമിൻ്റെ അടിമകളാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. പൊളിറ്റിക്കൽ ഫ്രീഡം അവർ പറയുന്നത്. കർത്താവ് പറഞ്ഞു. ഉടനെ കർത്താവ് അതിനെ വാദിക്കാൻ, പിന്നെ നിങ്ങൾ റോമിൻ്റെ അടിമകളാണെന്നുള്ളത് എനിക്കറിയത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ ബോധമില്ലാത്തവന്മാരോട് സംസാരിക്കുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വലിയ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? 34-ാമത്തെ വാക്യത്തിൽ, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടിമകളാണ്. പൊളിറ്റിക്കൽ അടിമത്വമുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ അടിമത്തത്തേക്കാൾ വലുതായിട്ട് നിങ്ങൾ എല്ലാവരും, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ അടിമത്തം എന്ന് പറയുന്നത് 1 സെൽഫിൽ നിന്നാണ്, 2 പാപത്തിൽ നിന്നാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1ഉം 2ഉം ആക്കാം. കാര്യം 2ഉം ഒരുപോലെ പ്രശ്നമാണ്. പാപത്തിൻ്റെ അടിമകളാണ്. അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങളിലാണെങ്കിലും നമ്മൾ 119 സങ്കീർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നുള്ള വലിയ ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതെന്നറിയാമോ? വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവനാണ്, അത് പ്രവർത്തിക്കുന്നവനാണ് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത് തികഞ്ഞ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ജഡത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു, പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വചനമാണ് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നത്, നമ്മളെ മാറ്റി നിർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും വന്നിരുന്ന് ആരാധിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാത്ത പല ആളുകളെ ഉണ്ട്. വലിയ ആരാധനയും പാട്ടും എല്ലാ ബഹളവും എല്ലാം കാണുമായിരിക്കും, പക്ഷെ പാപത്തിൽ നിന്ന് മോചനമില്ല. പാപത്തിൽ നിന്ന് മോചനമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നുള്ളൂ. പറയുന്നു, എടാ നീ പാപത്തിൻ്റെ അടിമയാണ്. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു, അവനെ പ്രവചിക്കുന്നു. പക്ഷേ നീ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോവുക. അപ്പോൾ ഈ പ്രവചനം കൊണ്ട് അല്ലെങ്കിൽ ഭൂതശാന്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്നില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ അവൻ വചനം സംഗ്രഹിക്കുന്നവനും, നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം, ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, എങ്ങനെയാണ് പാപം ചെയ്യാതിരിക്കുന്നത്? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം
വചനത്തിൽ നിലനിൽക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ വചനത്തിലൂടെ നൽകുന്നു. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ യേശുവും അവൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളുടെ സമയത്ത്, പ്രലോഭനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ യേശു പരീക്ഷിക്കപ്പെട്ട സമയത്ത്, ഓരോ സമയത്തും കർത്താവ് വാക്യങ്ങൾ ഉദ്ധരിച്ച പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് ഇല്ലേ? വാക്യങ്ങളാണ്. വചനം രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. ജോൺ വെസ്ലിയുടെ ഒരു സ്റ്റോറി ജോൺ വെസ്ലിയുടെ അമ്മ, അവർക്ക് ഒത്തിരി മക്കളായിരുന്നു. അങ്ങനെ ഇത്രയും മക്കളെ അവർ വളർത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അന്ന് അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുമ്പോൾ ജോൺ വെസ്ലിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ വളരെ കഷ്ടപ്പെട്ട ആ അമ്മ ഒരു ബൈബിൾ അവന് വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് ബൈബിളൊക്കെ വാങ്ങിക്കാൻ ഇത്ര രൂപ മതി. അന്നങ്ങനല്ല. അന്ന് ബൈബിൾ ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര വില കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങി. ആ ബൈബിൾ വാങ്ങിച്ചിട്ട് ജോൺ വെസ്ലിക്ക് കൊടുത്തു, സൂസന്ന വെസ്ലി. അപ്പോൾ ജോൺ വെസ്ലിക്ക് തന്നെ ഇത്രയും പൈസ അമ്മ മുടക്കിയപ്പം അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അയ്യോ, അമ്മ എനിക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൂസന്ന വെസ്ലി മോനോട് പറഞ്ഞൊരു വാചകമുണ്ട്, സൺ, ഈദർ ദിസ് ബുക്ക് വിൽ കീപ് യു എവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു എവേ ഫ്രം ദിസ് ബുക്ക്. ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഞാൻ പാപത്തിൽ തുടരുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ ആളുകളോട് ചോദിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ പാപത്തിൽ തുടരുകയാണെങ്കിൽ ആദ്യം ഉപേക്ഷിക്കുന്നത് പാട്ടും പ്രാർത്ഥനയൊന്നുമല്ല. പാപം ചെയ്തേച്ചും പാട്ട് പാടും, പക്ഷെ പാപം ചെയ്യുന്ന അന്ന് ബൈബിൾ വായിക്കത്തില്ല മിക്കപ്പോഴും. അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം ജോൺ വെസ്ലി പറഞ്ഞത്, ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കടലാസൻ്റെ കാര്യമല്ല പറയുന്നത്, ദിസ് ബൈബിൾ, ഈ തിരുവചനം, ഇത് നീ സംഗ്രഹിച്ചാൽ, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നെന്ന് പറയുന്നത്. ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചാൽ നമ്മെ അത് പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനമാണ് നമ്മളെ സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വചനം ജഡത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം, സെൽഫിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. വചനം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഫ്രീഡം ഫ്രം സെൽഫ്, ഫ്രീഡം ഫ്രം സിൻ. പിന്നെ ഞാനൊന്ന് എഴുതിയത്, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ഫിയർ. അത് വേദോസ്തത്തിലെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞതാണ്. 34-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അമക്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നോക്കുക, സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ ഫിയർ. അത് ഒരുപക്ഷെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള ഭയമാകാം, അല്ലെങ്കിൽ മറ്റ് പല പല കാര്യങ്ങളാകാം, ഇല്ലേ? നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നവരാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ, വചനം സംഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് വചനം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്നോട് സംസാരിച്ചെന്ന്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഞാൻ സംസാരിച്ചു, അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളി. ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിച്ചു. എൻ്റെ ഭയമെല്ലാം പോയി. നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ നൽകുന്നു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം സിൻ. ഫ്രീഡം ഫ്രം സിൻ, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ഫിയർ. 119-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ സോറോസ്. നിങ്ങളുടെ വിഷാദങ്ങളിൽ നിന്ന്, മറ്റേ ഭയത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ വിഷാദങ്ങളിൽ നിന്ന്
നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. അപ്പോൾ വചനം എൻ്റെ ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുന്നത് പോലെ, സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ, എൻ്റെ വിഷാദങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ ഒരു കാര്യം. വിഷാദങ്ങളിൽ നിന്ന്. അതിൻ്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. ഈ 119-ാമത്തെ സങ്കീർത്തനം മുഴുവൻ വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം കൺഫ്യൂഷൻ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതായ സ്റ്റേജ്. നമ്മൾ വഴിയെക്കുറിച്ച് കേട്ട ഭാഗം തന്നെയാണ് 86-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അതായത് കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ വഴി മുട്ടി നിൽക്കുകയാണ്, എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യാത്തതായ എന്തുവാ നമ്മൾ തന്നെ ചിലപ്പോൾ ചോദിക്കുമല്ലോ, എന്നാ ചെയ്യേണ്ടത്, എനിക്ക് ഒരു പിടിയുമില്ല. ഒരു പിടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ പറയുകയാണ്, നിൻ്റെ വഴി എന്നെ കാണിച്ചു തരണം, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അത് ഇതിലേ കാണിച്ചു തരുന്നത് വചനത്തിലാണ്, സത്യത്തിലാണ്. വചനമാണ് സത്യം. ഈ വചനത്തിൽ നടന്നാൽ അവൻ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വഴി കാണിച്ചു തരുന്നവനായ ഒരു ദൈവം. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ കൺഫ്യൂഷൻ. ഇപ്പോഴത്തെ പ്രത്യേകത, എനിക്ക് വഴി അറിയാം. കാരണം ഞാൻ ലോൺലിനെസ്, അല്ലെങ്കിൽ അത് അടുത്ത ഒരിതാണ്, വഴി എനിക്ക് ഇപ്പോൾ വചനത്തിലൂടെ അറിയാവുന്നത് കൊണ്ട് ആ വഴിയെ ഞാൻ നടക്കുകയാണ്. അതിൽ നിന്ന്, അതായത് എൻ്റെ കൺഫ്യൂഷനിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ സെൽഫ്, നമ്മുടെ സ്വയത്തിൽ നിന്ന് അഥവാ ജഡത്തിൽ നിന്ന്. 2, ഫ്രീഡം ഫ്രം യുവർ സിൻ, നിൻ്റെ പാപത്തിൽ നിന്ന്. ഫ്രീഡം ഫ്രം യുവർ ഫിയർ, ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഫ്രീഡം ഫ്രം സോറോസ്, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഫ്രീഡം ഫ്രം കൺഫ്യൂഷൻ, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് നമുക്ക് കൺഫ്യൂഷനിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ലോൺലിനെസ്, ഏകാന്തതയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഏകാന്തതയിൽ നിന്ന്. പുറപ്പാട് 33-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഞാൻ വായിക്കുന്നില്ല, നമ്മൾ വായിച്ചതാണ്. അവിടെ മോശയോട് കർത്താവ് പറയാണ്, നിനക്ക് ഞാൻ വഴി കാണിച്ചു തരാം, പക്ഷെ വഴി കാണിച്ചു തരിക മാത്രമല്ല, ഞാൻ നിന്നോടുകൂടെ പോരും. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പിന്നെ എനിക്ക് ലോൺലിനെസ് ഇല്ല, ഈ വഴിയെ ഞാൻ എങ്ങനെ തന്നെ നടക്കും. നമ്മൾ തന്നെയല്ല, വി ആർ വിത്ത് ജീസസ്. എപ്പോഴും ആ ലോൺലിനെസ്സിൽ നിന്ന് വലിയ ഒരു സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. കാരണം ഇപ്പോഴെനിക്ക് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയാം. എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് എനിക്കറിയാം. അത് പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. കാരണം വചനത്തിൽ അവൻ്റെ ഇഷ്ടം അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം അറിഞ്ഞ്, അവൻ്റെ വചനത്തിലൂടെ അവൻ്റെ ഇഷ്ടമറിഞ്ഞ് ഞാൻ നടക്കുന്നു. ഓരോ നിമിഷങ്ങളിലും അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കഷ്ടപ്പെട്ട് നടക്കുകയല്ല, എൻ്റെ കൈപിടിച്ച് നടത്തുവാൻ കർത്താവുണ്ട്. ഇതാണ് എൻ്റെ ജന്മസാഫല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ജന്മസാഫല്യം എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥത്തിലുള്ള ജന്മസാഫല്യം കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ആ പ്രവൃത്തി ചെയ്ത്, അത് വേണം കേട്ടോ. പ്രവൃത്തി യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ നമ്മൾ കാണുന്നത് 1 മുതൽ, ആകയാൽ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിക്കുകയാണ്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചന കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ്റെ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ കാണുന്ന
നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു ഉടനെ മറന്നു പോകുന്നു. അടുത്ത വാക്യം 25. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. അപ്പോൾ വചനാധിഷ്ഠിതമായ അവൻ പ്രവൃത്തി ചെയ്യുന്നവനായി. അപ്പോൾ വചനം വായിച്ച് ആ വചനത്തിലൂടെയാണ് അവൻ്റെ പ്രവൃത്തി മുഴുവൻ. അവനെ നിയന്ത്രിക്കുന്നത് വചനമാണ്. അങ്ങനെ ചെയ്യുന്നവൻ, ആ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ, അത് പ്രവർത്തിക്കുന്നവൻ, അവൻ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. എന്താണ് ഭാഗ്യം? വചനം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഭാഗ്യം. അതനുസരിക്കുന്നവർക്കേ അതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. എന്തൊരു സന്തോഷമായിരിക്കും കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ഇഷ്ടമറിയുകയും ആ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഭയങ്കര നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ജീവിതമാണ് അത്യാവശ്യമായിരിക്കുന്നത്. നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു ജീവിതാനുഭവം. അതെങ്ങനെയാണ്? കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. ഒരു ബ്ലസ്സഡ് ലൈഫാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി. അതിൻ്റെ അർത്ഥം എന്നാ? എപ്പോഴും ഈ വചനത്തിൽ ഉറ്റുനോക്കിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. വചനം അതുപോലെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. കാരണം എനിക്കറിയാം കർത്താവിൻ്റെ ഇഷ്ടം അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് ആ വചനത്തിൽ ഞാൻ നിലനിന്ന് ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. ഒരു ബ്ലസ്സഡ് ലൈഫാണ്. അത് ആസ്വദിക്കുന്നതായ ഒരു അനുഭവമാണ്. ആസ്വദിക്കുന്ന ഒരു അനുഭവം. കർത്താവിൻ്റെ ഇഷ്ടം അറിയുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് വരുന്ന ഒരനുഭവം. അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ തുടങ്ങിയ ഭാഗത്ത് നമ്മൾ കാണുന്നതായ കാര്യം 1-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എതിലെയാണ് അറിയുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അറിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോൾ പറയാണ്, ആ വചനത്തിലൂടെ നിങ്ങൾ അത് അറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ ഓർത്തുകൊണ്ട്. പൗലോസ് പറയുക, എനിക്ക് എഫേസ്യയിലെ വിശ്വാസികളോട് പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്താണ്? ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അത് വചനത്തിലൂടെയാണെന്ന് നമ്മൾ കണ്ടു. അതറിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യണം. അറിഞ്ഞാൽ എഫേസ്യയിലുള്ളവർ ചെയ്യും. കാര്യം അവർ ഇഷ്ടം അറിയാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പോൾ പറയാണ്, എൻ്റെ പ്രാർത്ഥന എന്താണ്? നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ അവർക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൊടുക്കണമേ. അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. നിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവരെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ആ ആശയ്ക്ക് വേണ്ടി ഉള്ള ശക്തി എന്താണ്, അതിൻ്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിപ്പിക്കണമേ. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. പിന്നീട് കുറച്ചുകൂടെ ഇരുത്തി ഒന്ന് വായിച്ചു നോക്കുക. അവിടെ ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ആലോചിക്കുമ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്ത് തരണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ ഇൻ ദ നോളജ് ഓഫ് ഹിം. ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ
ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഒന്ന്, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ത് തരണം? ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരണം, വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനം വേണം, വിസ്ഡം, ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് ഒരു പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന. സോഫിയ എന്നുള്ള വാക്കാണ് ജ്ഞാനം, വിസ്ഡം. വെറും ബുദ്ധിപരമായ യുക്തി അല്ല ഇവിടുത്തെ പ്രധാനം. അവിടുത്തെ പ്രധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവികമായ ഒരു ജ്ഞാനം നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങളുടെ ബുദ്ധിയിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവവചനം വായിക്കണം. വായിക്കുമ്പോൾ അത് നിങ്ങളുടെ തലയിലാണ് കയറുന്നത്, പക്ഷേ ധ്യാനിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് പറയുക, ദൈവമേ നീ ഇവർക്ക് സോഫിയ കൊടുക്കണേ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നീ കൊടുക്കണമേ, വെളിപ്പാട് കൊടുക്കണമേ, റെവലേഷൻ, അപ്പോക്കാലിപ്സിസ്. അത് നിങ്ങളുടെ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേത് നിങ്ങളുടെ സോളിലാണ്. ഏത്? നിങ്ങളുടെ മനസ്സിലാണ്. ഏത്? ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തെ, നമുക്കറിയാമല്ലോ ജ്ഞാനം. പക്ഷേ ജ്ഞാനം മാത്രമല്ല, വെളിപ്പാടും കൊടുക്കണമെന്നാണ് പറയുന്നത്. വേദപുസ്തകം വായിച്ചാൽ നമുക്ക് ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടാകണം, അത് വേണം. പക്ഷേ അതിനപ്പുറത്ത് ഇത് വായിക്കുമ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാട് ലഭിക്കണം. വെളിപ്പാട്, റെവലേഷൻ എന്ന് പറയുന്നത് ബുദ്ധിയിലല്ല. വെളിപ്പാട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആത്മാവിലാണ്. ജ്ഞാനവും വെളിപ്പാടും തമ്മിൽ ഞാൻ അതിനെക്കുറിച്ച് സെക്യുലറായിട്ട് തന്നെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പലരോടും. ജ്ഞാനവും വെളിപ്പാടും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം ഞാൻ പറയാം. ജ്ഞാനം എന്ന് പറയുന്നത് യുക്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞു, റീസണിങ്. അത് നമുക്ക് നിഗമനങ്ങളാണ് കൊണ്ട് തരുന്നത്. ജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് നിഗമനങ്ങളാണ്. അതായത് അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന നിഗമനങ്ങൾ. അത് വേണം. വേദപുസ്തകം വായിക്കുമ്പോഴും നമുക്ക് ജ്ഞാനം വേണം, നിഗമനങ്ങൾ വേണം. പക്ഷേ അതായത് കൺക്ലൂഷൻസ് ആണ് ജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ വെളിപ്പാട് നൽകുന്നത്, റെവലേഷൻ നൽകുന്നത് കൺക്ലൂഷൻ അല്ല, കൺവിക്ഷനാണ്, ബോധ്യങ്ങളാണ്. ബോധ്യം നമുക്ക് ലഭിക്കുന്നത് ആത്മാവിലാണ്. ബുദ്ധിപരമായി ആലോചിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിൻ്റെ ആധാരം ദൈവത്തിൻ്റെ വചനമാണ്. ഈ ലോകം ഉണ്ടായത് തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി, എബ്രായലേഖനത്തിലെ വാക്യമാണ് എന്ന് നമ്മൾ വെളിപ്പാടിനാലാണ് അറിയുന്നത്. അല്ലാതെ അത് ബുദ്ധിപരമായി ആലോചിച്ച് കണ്ടെത്തിയ ഒരു നിഗമനമല്ല. നിഗമനത്തിനപ്പുറത്ത് അത് വെളിപ്പാടാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വിസ്ഡം വേണം. അത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് നിങ്ങളുടെ ബുദ്ധിയെ സഹായിക്കുന്നുണ്ട്. വചനം വായിക്കണം, പഠിക്കണം. അത് നിങ്ങൾക്ക് അറിവ് പകർന്നു തരും. അറിവ് അത് സാധാരണക്കാരാര് വായിച്ചാലും മനസ്സിലാകും. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കണം. എന്താ വെളിപ്പാട്? ഉറപ്പാണ്, നിഗമനങ്ങളല്ല, ബോധ്യങ്ങളാണ്. വേദപുസ്തകത്തിലെ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് യുക്തിപരമായി ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തുകയല്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്, എല്ലാത്തിനും യുക്തിപരമായി ഉത്തരം കണ്ടെത്തി ഓരോന്ന് പറയുന്നത്. നമ്മുടെ യുക്തിക്കൊക്കെ ഒത്തിരി അപ്പുറത്താണ് ദൈവികത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാടുണ്ടെങ്കിലേ പറ്റൂ. യുക്തിപരമായി വാദിച്ച് ജയിക്കാൻ ഇന്ന് ഭയങ്കര വാദവും തർക്കമൊക്കെ ഉണ്ടല്ലോ. പണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരിക്കൽ ദൈവത്തിൽ പറഞ്ഞു, കർത്താവേ, തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ഒന്നിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ എല്ലാം, അതിൻ്റെ നിൻ്റെ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ അസ്തിത്വത്തിൻ്റെ അറിവുകൾ യുക്തിപരമായി എനിക്ക് മനസ്സിലാക്കി തരണം. കാര്യം ചിലപ്പോൾ ആളുകളൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളോടും ചോദിക്കുമല്ലോ, അല്ലേ? നമ്മളോട് ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ. അതൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നീ എനിക്കിതെല്ലാം ഒന്ന് യുക്തിപരമായി അനലൈസ് ചെയ്ത് തരണം. എന്നാൽ ദൈവം അഗസ്റ്റിനോട് പറഞ്ഞു,
മോനെ, നീ ഒരു മനുഷ്യനാ. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊക്കെ, ദൈവത്തിൻ്റെ ബീയിങ്ങിനെ കുറിച്ചൊക്കെ എത്ര യുക്തിപരമായി പറഞ്ഞാലും നിൻ്റെ തലയിൽ അതൊന്നും കയറത്തില്ല. എടാ, ഞാൻ ദൈവമാണ്. അത് നിൻ്റെ യുക്തി കൊണ്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്നതല്ല. പിന്നെ അഗസ്റ്റിൻ പറഞ്ഞു, എനിക്കും അല്പം ബുദ്ധിയൊക്കെ ഉണ്ട് ദൈവമേ, ഞാൻ കഴിവതും അനലൈസ് ചെയ്തോളാം, ഞാനത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. അങ്ങനെ സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടൽ തീരത്തൂടെ നടക്കുക. അപ്പോൾ പിള്ളേരവിടെ കളിക്കുക. കുറച്ച് പിള്ളേർ കൂടി, അവരുടെ കളി എന്നാണെന്നറിയാമോ? അവരുടെ കയ്യിൽ ഈ കക്ക ഷെല്ലുണ്ട്. അവർ ഷെല്ല് കൊണ്ട് ആ കടൽ തീരത്ത് ഒരു കുഴി മാന്തി, കുഴി ഇങ്ങനെ അതിനകത്തൊന്നും മണ്ണെല്ലാം എടുത്ത് കളഞ്ഞ് ഒരു നല്ല ഒത്തിരി ഇച്ചിരി വലിപ്പമുള്ള പിള്ളേരുണ്ടാക്കിയ ഒരു ഷെല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കുഴി. എന്നിട്ട് ഇവർ ചെയ്യുന്നത്, കടലിൽ ചെന്ന് ഈ ഷെല്ലിനകത്ത് വെള്ളം കോരി കൊണ്ട് ഈ കുഴിയിൽ ഒഴിക്കുക. അഗസ്റ്റിൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്നാ ഈ ചെയ്യുന്നേ? അത് ഈ കുഴി കണ്ടില്ലേ, ഇത് ഞങ്ങളുണ്ടാക്കിയ കുഴിയാ. ഞങ്ങൾ കക്കായിൽ വെള്ളം കോരി ഒഴിച്ച് ഈ കുഴി നിറച്ച് കടൽ പറ്റിച്ച് കളയാൻ പോകുകയാണ്. കടലിലെ വെള്ളം മുഴുവൻ ഞങ്ങൾ ഈ കുഴിയിലാക്കാൻ പോകുകയാണ്. പിന്നെ അഗസ്റ്റിൻ പറഞ്ഞു, മക്കളെ, കടൽ എന്താണെന്ന് വെച്ചാ നീ ഈ പറയുന്നത്? കടലിലെ വെള്ളമൊന്നും കുഴിക്കകത്താക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ പരിശ്രമിക്കും, ഞങ്ങൾ നോക്കട്ടെ. ഉടനെ കർത്താവ് അഗസ്റ്റിനോട് പറഞ്ഞു, ഇതുപോലെയുള്ളു മോനെ, യുക്തിപരമായി നീ എൻ്റെ അസ്തിത്വത്തെയും മറ്റും മനസ്സിലാക്കാൻ നോക്കിയാൽ നിനക്ക് അറിയാനുള്ള കാര്യങ്ങൾക്കകത്ത് ഒത്തിരി കുറവുകളുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നീ വിശ്വസിച്ചാൽ മതി. വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പാടുകളുണ്ട്. ആ വെളിപ്പാടുകൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന മാനുഷിക യുക്തി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുക, എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് യുക്തി വേണം, ബുദ്ധിയിൽ വേണം, വിസ്ഡം വേണം, പക്ഷേ റെവലേഷനും വേണം. യുക്തി നിങ്ങൾക്ക് നിഗമനങ്ങൾ കൊണ്ട് തരുന്നു, എന്നാൽ വെളിപ്പാട് നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ തലച്ചോറ് ഉപയോഗിച്ച് മാത്രമൊന്നും അല്ല. തലച്ചോറിൽ ചിലതൊക്കെ കയറുമായിരിക്കും, നിഗമനങ്ങൾ ഉണ്ടാക്കുകയല്ല. അതിനപ്പുറത്ത് വെളിപ്പാടുണ്ട്. യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപം എങ്ങനെ മോചിപ്പിക്കപ്പെടുന്നു എന്ന് യുക്തിപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അത് വെളിപ്പാടാണ്. അത് വെളിപ്പാടാണ്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അതിനപ്പുറത്ത് വെളിപ്പാട്. പ്രിയമുള്ളവരെ, പൗലോസ് പറയാണ്, എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തൊക്കെ വേണം? യു നീഡ് എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ ഇൻ ദ നോളജ് ഓഫ് ഹിം. അവൻ്റെ പരിജ്ഞാനത്തിൽ, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് യുക്തിയിൽ മാത്രമല്ല, വെളിപ്പാടിലും കൂടെയാണ്. അതുകൊണ്ട് യുക്തിപരമായി ഇത് വായിച്ച് മനസ്സിലാക്കിക്കോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് ധ്യാനിക്കുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് ചില കാര്യങ്ങൾ നമുക്ക് യുക്തിക്കപ്പുറത്ത് വെളിപ്പെടുത്തി തരും. അത് നമ്മൾ ഗ്രഹിക്കണം. തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വിസ്ഡവും ബുദ്ധിയും വെളിപ്പാടും തന്ന്, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. അപ്പോഴെന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, eyes of your heart enlightened. ബുദ്ധി പ്രകാശിക്കുകയല്ല, ഹൃദയദൃഷ്ടി. എന്താ അതിൻ്റെ അർത്ഥം? തലയിലിരിക്കുകയല്ല, ഇത് താഴോട്ട് ഇറങ്ങി വരികയാണ് ഹൃദയത്തിലേക്ക്. മാംസത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം നമുക്കുണ്ടായാലേ ദൈവഹിതം എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം, പക്ഷേ ബുദ്ധി മാത്രം പോരാ, വെളിപ്പാട് വേണം. തന്നെയല്ല, ഹൃദയം അതിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത്. തലച്ചോറിൽ മാത്രമല്ല, ആത്മാവിൽ മുകളിലിരിക്കുകയുമല്ല, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവേഷ്ടം അറിയാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ
നമ്മൾ എന്തൊക്കെ അറിയുമെന്ന് അവിടെ പറയുന്നത് 3 കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. അതായത് ഇവിടെ പൗലോസ് പറയുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ, ഓരോരുത്തരെ വിളിച്ചപ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരാശയുണ്ട്, ഓരോരുത്തരെക്കുറിച്ചും ഒരാശയുണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, എന്തിനാണ് അവൻ എന്നെ വിളിച്ചത് എന്ന് ഞാൻ അറിയണം. അതാ പ്രധാനം. അത് ദൈവത്തിൻ്റെ ആശയാണ്, അവൻ്റെ വിളിയാലുള്ള ആശ. ഇഷ്ടം എന്ന് പറയാം, പക്ഷേ ഇഷ്ടം എന്നതിനേക്കാൾ ഉപരി ഒരു ആശ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എന്താണ്, ആഴമുള്ള ഒരു വാക്കായിട്ട് വരും. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആശയുണ്ട്, എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞാൻ എന്തായി തീരണമെന്ന് ദൈവത്തിന് വലിയ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് ഞാനൊന്നറിഞ്ഞാലല്ല എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, ഒന്നാമത്തെ കാര്യം, എനിക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. കാര്യം സ്വപ്നം കാണണമെങ്കിൽ അതിനും ഒരു കപ്പാസിറ്റി വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചാൽ പോരാ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആശയമുണ്ട്. എനിക്കത് ചിലപ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നതിനറിയാം, കർത്താവേ നിൻ്റെ ആശ എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. നമ്മൾ ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വരുന്നു. ഈ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ഈ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ, ഇപ്പം സ്കൂളിലൊക്കെ കുറച്ചുകൂടെയൊക്കെ കളിയും ചിരിയും ഒക്കെ ഉണ്ടെന്ന് പറയാം. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പോയപ്പോഴത്തേക്ക് ആശാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇരുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരുന്ന പിള്ളേരെ അന്ന് അധികം കാണാൻ പറ്റിയില്ല. ഇപ്പോഴും ഇല്ല. മിക്കവാറും ഉള്ള പിള്ളേരെല്ലാം തിരിച്ചു വരുന്നത്, കാര്യം ഭയങ്കര സ്ട്രിക്റ്റാണ് ടീച്ചർ. തിരിച്ചു വരുന്നത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കരഞ്ഞ് ചെറുക്കൻ വന്നിട്ട് പറയാണ്, അപ്പനോട് പറയാണ്, എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ നമ്മളെന്താ പറയും? എന്നാൽ പോകണ്ട മോനെ എന്ന് ഏതെങ്കിലും അപ്പൻ പറയുമോ? ഇല്ല. അപ്പൻ പറയും, മോനെ അങ്ങനല്ല, നീ സ്കൂളിൽ പോകണം. വേണ്ട, എനിക്ക് ഇഷ്ടമില്ല സ്കൂളിൽ പോകുന്നത്. പറഞ്ഞു, മോനെ നിൻ്റെ ഇഷ്ടമല്ല പ്രശ്നം, എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നെ ഈ സ്കൂളിൽ വിട്ടിരിക്കുന്ന എന്തിനാണ്? എൻ്റെ മനസ്സിൽ നീ വളർന്നു വരുമ്പോൾ നീ ആരാകണമെന്നൊരു സ്വപ്നം എനിക്കുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ചെറുക്കൻ പറയാം, എനിക്കും ഉണ്ട് ഒരു സ്വപ്നം. അങ്ങനെ ചോദിച്ചു, എന്താണ് നിൻ്റെ സ്വപ്നം? പ്ലേ ഗ്രൗണ്ട്, എനിക്ക് കളിച്ചാൽ മതി. എന്നാൽ പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി തരാമെന്ന് ഏതെങ്കിലും അപ്പൻ പറയുമോ? മോനെ നിനക്ക് സ്വപ്നം കാണാനുള്ള കഴിവായിട്ടില്ല, ഇപ്പം നീ കുഞ്ഞാ. ഇപ്പം അപ്പൻ്റെ ഇഷ്ടം, അപ്പൻ്റെ സ്വപ്നം അങ്ങ് നിർവഹിച്ചാൽ മതി എന്നല്ലേ പറയത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് അവൻ്റെ വിളിയാലുള്ള ആശ. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു ആശയുണ്ട്. അത് എൻ്റെ ആശയല്ല. കാര്യം എൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് യേശുവിനാണ്. അവൻ എന്നെ വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് അവൻ്റെ കർത്താവിൻ്റെ, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് പറയാൻ കഴിയുന്നത്. ആത്യന്തികമായി കർത്താവിൻ്റെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ, കർത്താവിനൊരു ഇഷ്ടമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് നമ്മൾ ചില വഴികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. കർത്താവിന് ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ട്, അത് വേറെ. അത് നമ്മൾ അറിയണം. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത് എന്നുള്ളത് നമ്മൾ അറിയണം. ആത്യന്തികമായ സ്വപ്നം എന്താണ്, പിന്നെ ഓരോ ദിവസങ്ങളിലും നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും ദൈവത്തിന് ഒരിഷ്ടമുണ്ട്. ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിത്യതയിൽ അവൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാറോ വീടോ ഒക്കെ തന്നിട്ട് ഇവിടെ ഇട്ടേക്കാനുള്ളതല്ല. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യം മുതൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്,
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ഇഷ്ടം. ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ജീവിക്കുന്നതും ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതും എല്ലാം. എന്തിനാണ്? ആത്യന്തികമായി എന്നെ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തണം. അവൻ്റെ കൂടെ ഞാൻ ജീവിക്കണം. എൻ്റെ നിത്യതയിൽ ഞാൻ യേശു ഒന്നിച്ച് കാണണം. ദൈവത്തിൻ്റെ സ്വപ്നം അതാ. എന്നെ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് എന്തിനാ എന്നെ വിളിച്ചത്? മോനെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എന്താ? ഒരു ദിവസം ഞാൻ വരുമ്പോൾ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നീ എൻ്റെ കൂടെ വരും, നീ എൻ്റെ കൂടെ വാഴും. എൻ്റെ നിത്യതയാണ് എന്നെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ യേശുവിൻ്റെ സ്വപ്നം. യേശുവിൻ്റെ സ്വപ്നം ഞാൻ യേശുവിനോട് കൂടെ നിത്യത ചെലവഴിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്യന്തികമായി ദൈവത്തോടു കൂടെ സ്വർഗത്തിലിരിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം. ആ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഇവിടെ ഓരോ ചെറിയ കാര്യത്തിലും ഇഷ്ടമുണ്ട്. ഇപ്പം ഒരപ്പൻ്റെ ഇഷ്ടം മോനെ IAS കാരനാക്കണമെങ്കിൽ ഒരു ദിവസം അവനെ IASലോട്ട് നേരെ അങ്ങ് കയറ്റിക്കൊണ്ട് പോകില്ല, അവനാകത്തില്ല. അവനെ കുടിപ്പള്ളിക്കൂടത്തിൽ തൊട്ട് പഠിക്കാൻ വിടുകയാണ്, നേഴ്സറി ക്ലാസ് തൊട്ട് ഇരുത്തുകയാണ്. അപ്പം നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനത് മനസ്സിലാകുന്നില്ല. അപ്പൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ഇഷ്ടമുണ്ട്. ഒരു കുഞ്ഞിനെക്കുറിച്ച് അപ്പന് ഇഷ്ടമുള്ളതുപോലെ ആത്യന്തികമായി എന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താ? എന്നെ IAS കാരനാക്കുന്നതൊന്നുമല്ല ദൈവത്തിന് ഉള്ള സ്വപ്നം. ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്നറിയാം. നമുക്കതൊക്കെ ആയിരിക്കും സ്വപ്നം. പക്ഷെ ദൈവത്തിൻ്റെ സ്വപ്നം ആത്യന്തികമായി ഞാൻ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ വസിക്കണം എന്നുള്ളതാണ്. നിത്യതയിൽ യേശുവിനോട് കൂടെ ആയിരിക്കണം. എന്നാൽ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നേ പറ്റൂ. അതാണ് ദൈവത്തിൻ്റെ ഇവിടെയുള്ള എൻ്റെ ആഗ്രഹം. ഇവിടെയും എൻ്റെ മകൻ, എൻ്റെ മണവാട്ടി, ഞാൻ വീടൊരുക്കാൻ പോകുകയാണ്. പക്ഷേ അവിടെ ഇരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകത്തക്ക നിലയിൽ അവൻ ഇവിടെ ജീവിക്കണം. എൻ്റെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കണമെന്ന് മാത്രമല്ല, ഇവിടെയും ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കണം. ഇവിടെയും ഉയരത്തിലും യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ദൈവം എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയല്ല, എന്നെക്കുറിച്ച് ദൈവത്തിന് ഉള്ള സ്വപ്നം അത് ഞാൻ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവൻ്റെ വിളിയാലുള്ള ആശ, അവൻ്റെ വിളിയാലുള്ള ആശ ഞാൻ അറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ഞാൻ അറിയണം. അത് നമ്മളെല്ലാവരും അറിയണം. അതറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവമേ, എനിക്കറിയാം നീ എന്നെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുകയാണ്. എനിക്കറിയാം ഒരു ദിവസം നീ വരും. എനിക്കറിയാം നിൻ്റെ കൂടെ ഞാനായിരിക്കും. ഇവിടെയും എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നതായ ഒരു അവസ്ഥ. അതറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എങ്ങനെയാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? അതായത് എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. നമ്മുടെ ഈ ബൾബ് കത്തുന്നത് എങ്ങനെയാണ്? ന്യൂട്രലും ഫേസും രണ്ടും കൂടെ ഒന്ന് കൂട്ടിമുട്ടുമ്പോഴാണ് ബൾബ് പെട്ടെന്ന് പ്രകാശിക്കുകയാണ്. ഒരു ഫ്യൂഷനാണ് അല്ലേ? ഏത് ബൾബും കത്തുന്നത് അങ്ങനെയാണ്. ന്യൂട്രലും ഫേസും ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ,
ഒന്നിച്ചായിരിക്കുമ്പോൾ, ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. വേറെ ഒരു മാർഗവുമില്ല. എൻ്റെ ഹൃദയദൃഷ്ടി, അതായത് എൻ്റെ മനസ്സൊക്കെ, എൻ്റെ സോൾ, എൻ്റെ ദേഹിയിലെ കാര്യങ്ങളൊക്കെ അല്ലാതെ നടക്കുമായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്ന ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ പ്രകാശമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടണം. പ്രിയമുള്ളവരെ, ഒന്ന് കൂട്ടിമുട്ടി നിൽക്കുകയല്ല, എപ്പോഴും എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ഫ്യൂഷനിൽ ഞാൻ ജീവിക്കണം. ഒരു സംസർഗം, ആ സംസർഗം നടക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കമ്മ്യൂണിയൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, സംസർഗം ഉണ്ടെങ്കിൽ സംസാരം ഉണ്ടാകും. പക്ഷെ സംസർഗം ഉണ്ടാകണമെങ്കിൽ ആ ദൈവാത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു കൂട്ടിമുട്ടലുണ്ടാകണം. ഒന്ന് കൂട്ടിമുട്ടിയേച്ച് പോവുകയല്ല, എപ്പോഴും അല്ലേ, ഫേസും ന്യൂട്രലും ഒരുമിച്ച് കൂട്ടിമുട്ടി പെട്ടെന്ന് വിടർത്തിയിട്ട് കാര്യമില്ല. അത് കൂട്ടിമുട്ടി തന്നെ ഇരിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു സംസർഗമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. തന്നെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണമെന്ന കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. എനിക്കും ഒരാത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. They need to worship him in truth and in spirit. ആത്മാവിൽ സംസാരിക്കണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മസംസർഗമുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ അറിയുന്നത്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇത് വിശദമാക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്നേ. ആ ആത്മാവ് എൻ്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എപ്പോഴും എന്നോട് പറയുകയാണ്, യു ആർ മൈ സൺ. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ പ്രിയമുള്ളവരെ? എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ആ ഒരവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് വരണം, ഒന്ന് അനുഭവിക്കണം. ദൈവാത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതായ ഒരവസ്ഥ, അത് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ഫ്യൂഷനിലാണ്, അല്ലെങ്കിൽ തമ്മിൽ യോജിക്കുമ്പോഴാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. അങ്ങനെ ആത്മാവ് പ്രകാശിക്കണം. അങ്ങനെ ആ ആത്മതലത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകും. നമ്മൾ ബുദ്ധിയിലല്ല, അതിനപ്പുറത്ത് സ്പിരിറ്റിൽ നമ്മളത് വായിക്കും, ആത്മാവിൽ നമ്മളത് അറിയും. എന്ന് വെച്ചാൽ നമ്മുടെ ബോധം പോകുമെന്നൊന്നുമല്ല. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തടിച്ച് താഴെ വീഴുമെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. കർത്താവിൻ്റെ സന്നിധി ചുമ്മാ നമ്മൾ ചിലപ്പോൾ അറിയാമല്ലോ, കുറച്ച് പാർട്ടികളുണ്ടല്ലോ അങ്ങനെയൊക്കെ, കർത്താവ് സ്പർശിക്കുമ്പോൾ എടുത്തടിച്ച് താഴെ വീഴുക, നിൽക്കാൻ പറ്റത്തില്ല, താഴെ വീഴും. അങ്ങനെ താഴെ വീഴുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ താഴെ വീഴുന്നതല്ല വിഷയം. താഴെ വീഴാൻ എളുപ്പമാണ്, നേരെ നിൽക്കാനാണ് പ്രയാസം. പക്ഷേ പ്രത്യേകത എന്താണ്? എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് പറയും, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ തിരിച്ചറിയുകയാണ്. വചനത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയാണ്. എന്താണ് കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ അറിയുന്ന ഇഷ്ടം? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ആശയമുണ്ട്. അതാണല്ലോ നമ്മൾ വായിച്ചതായ വേദഭാഗം. എഫേസ്യർ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 17 മുതൽ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, നിങ്ങളെ ഓർത്തും കൊണ്ട് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ഉള്ള പിതാവുമായവൻ
നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞാലേ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞ് അത് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ എഫെസ്യർ 5 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ആ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുണ്ടാകുന്ന ആ സ്പാർക്കിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ പിന്നെ ആ ആശ ഞാൻ അറിയുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥന തന്നെ അതാണ്, എഫെസ്യയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള പ്രാർത്ഥന. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. വേദപുസ്തകത്തിലുടനീളം നമ്മളിത് അറിയുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ യേശുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ അതിനു വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. കാരണം വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് എന്നെ വിളിച്ചുകൊണ്ട് പോകുകയല്ല, അന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകുകയല്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവനോട് ചേർന്ന് ഞാൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവനാണ് സ്വർഗത്തിലും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ഈ ലോകത്തിലെ ഇവിടുത്തെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗാഡ്? അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്പെസിഫിക് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 4 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കാര്യം എന്നറിയാമോ? ആത്യന്തികമായി സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോകണമെങ്കിൽ ശുദ്ധിയുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കണം, വിശുദ്ധ ജീവിതം ഞാൻ ജീവിക്കണം. അതാണ് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. എന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ളതാ. പക്ഷേ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ബോധ്യത്തോടു കൂടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. വിശുദ്ധീകരണമാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന ഹിതം എന്ന് പറയുന്നത്. 7 വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അപ്പോൾ ദൈവേഷ്ടം എന്താണ്? ഒരു വിശുദ്ധ ജീവിതം. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിശുദ്ധ ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ഇതിൻ്റെ മോഹമനുസരിച്ച് ജീവിച്ചാൽ, അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എന്നറിയാമോ? നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. കാര്യം ദൈവേഷ്ടം ലോകത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിപരീത ദിശയിലാണ്. ലോകത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീത ദിശയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നമുക്ക് ലോകവുമായിട്ടൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 2 അധ്യായത്തിൻ്റെ 17 വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഒരു വലിയ കോൺട്രാസ്റ്റ് ഇവിടെ ഉണ്ട്. ലൗകികനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ആ ദൈവേഷ്ടം നമ്മൾ അറിയണം. ആ ദൈവേഷ്ടത്തിൽ നമ്മൾ ജീവിക്കണം.
ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, കർത്താവ് നമ്മളിൽ നിന്ന് നമ്മളെ വിളിച്ചപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. അവൻ്റെ വിളിയാലുള്ള ആശ എന്താണ്? ആത്യന്തികമായി അവൻ്റെ വിളിയാലുള്ള ആശ നമ്മളെ ഭൂമിയിൽ ഒരു കാറും വീടുമൊക്കെ തന്ന് കുറേ കാശും തന്ന് ഇവിടെ ആക്കാനല്ല. അവൻ്റെ വിളിയാലുള്ള ആശ എന്ന് പറയുന്നത് ആത്യന്തികമായി അവൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളെ അവനോടൊന്നിച്ച് സ്വർഗത്തിൽ ഇരുത്തുവാൻ വേണ്ടിയാണ്. നിത്യതയിൽ ഞാൻ യേശുവിനോട് കൂടെ ആയിരിക്കണം. അവൻ എനിക്ക് ഭവനമൊരുക്കാൻ പോയിരിക്കുക. ആ ഭവനത്തിന് വേണ്ടിയുള്ള ഒരുക്കം എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരുക്കം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ദൈവോദ്ദേശ്യം. യേശുവിനോടൊപ്പം നമ്മൾ നിത്യത ചെലവഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ യേശുവിനോട് ചേർന്ന് ജീവിക്കണം. ഇവിടെ യേശുവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ അശുദ്ധിയിൽ ജീവിച്ചാൽ കഴിയുകയില്ല. ലോകമോഹങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ അത് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗപിതാവേ, നിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങളുടെ ആശയല്ല പ്രധാനം. ഞങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലുമില്ല. പക്ഷെ നീ ഞങ്ങളെ വിളിച്ചപ്പോൾ നിനക്കൊരാശയമുണ്ട്. നിൻ്റെ കൂടെ ഞങ്ങളെ ഇരുത്തണം. കർത്താവേ, സ്വർഗത്തിൽ ഞങ്ങൾ നിന്നോട് കൂടെ ആയിരിക്കും യുഗായുഗങ്ങൾ. എന്നാൽ ഇവിടെയും ആ യേശുവിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രമേ നിത്യതയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളല്ലോ. ഇവിടെ ഞങ്ങൾ ലോകത്തിൻ്റെ മോഹത്താൽ നശിച്ചു പോകുന്നവരായിട്ടല്ല, ദൈവേഷ്ടം ചെയ്യുന്നവരായി ഇവിടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഒരു ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.